നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് എങ്ങനെ ഒരു വണ്ടി ജംപ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അഗേറോ എന്ന കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണ്. ഏകദേശം നമ്മൾ പവർ ബാങ്ക് പോലത്തെ ഒരു പ്രോഡക്റ്റാണ്. ഒരു 12000 mAh ബാറ്ററിയാണ് ഇതിൻ്റെ ബാക്കപ്പ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഒരു ഇന്നോവ വരെയുള്ള വണ്ടികൾ ഈ പവർ ബാങ്ക് പോലെയുള്ള ജംപ് സ്റ്റാർട്ടർ ഉപയോഗിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ ദൂരം വഴിക്കെല്ലാം ട്രിപ്പ് പോകുന്നതാണെങ്കിൽ ഇതുപോലൊരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുള്ളത് എന്തുകൊണ്ടും യൂസാണ്. ഈവൻ ബൈക്ക് കൂടെ, സ്കൂട്ടി, ബൈക്ക്, ബുള്ളറ്റ്, ഏത് വണ്ടിയായാലും നമുക്കിത് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പ്രോസസ്സും വളരെ സിമ്പിളാണ്. ഈ പവർ ബാങ്കിൻ്റെ എൻഡിലൊരു സ്ലോട്ടുണ്ട്. ആ സ്ലോട്ടിൽ പോസിറ്റീവും നെഗറ്റീവും വയർ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കണക്ട് ചെയ്യുന്ന ആ കേബിൾ ടൈറ്റാണോ എന്നുള്ളത് നമ്മൾ ആ സോക്കറ്റുമായിട്ട് ടൈറ്റായിട്ട് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ ആ പവർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം ഏത് വണ്ടീൻ്റെയാണോ ബാറ്ററിക്ക് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത്, നിന്നുപോയ വണ്ടീൻ്റെ, അതിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ റെഡ് ക്ലിപ്പും നെഗറ്റീവ് ടെർമിനലിൽ ബ്ലാക്ക് ക്ലിപ്പും കണക്ട് ചെയ്തതിന് ശേഷം വണ്ടി കീ സ്റ്റാർട്ട് ചെയ്യാം. കീ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ വണ്ടി പ്രോപ്പറായിട്ട് സ്റ്റാർട്ടാവുന്നതായിരിക്കും. സ്റ്റാർട്ടായി കഴിഞ്ഞ ഉടനെ നമ്മൾ ഈ പവർ ബാങ്ക് ജംപ് സ്റ്റാർട്ടർ നമ്മൾ റിലീസ് ചെയ്യണം. ഏതെങ്കിലും ഒരു ടെർമിനൽ സൈഡ് റിലീസ് ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെച്ച് കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടിയിൽ നിന്ന് തന്നെ ചാർജ് ആവുന്നതായിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. വളരെ സിമ്പിളാണ് പരിപാടി. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് എങ്ങനെ ഒരു വണ്ടി ജംപ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അഗേറോ എന്ന കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണ്. ഏകദേശം നമ്മൾ പവർ ബാങ്ക് പോലത്തെ ഒരു പ്രോഡക്റ്റാണ്. ഒരു 12000 mAh ബാറ്ററിയാണ് ഇതിൻ്റെ ബാക്കപ്പ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഒരു ഇന്നോവ വരെയുള്ള വണ്ടികൾ ഈ പവർ ബാങ്ക് പോലെയുള്ള ജംപ് സ്റ്റാർട്ടർ ഉപയോഗിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ ദൂരം വഴിക്കെല്ലാം ട്രിപ്പ് പോകുന്നതാണെങ്കിൽ ഇതുപോലൊരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുള്ളത് എന്തുകൊണ്ടും യൂസാണ്.